നിന്നോട് പ്രേമിക്കാൻ പറഞ്ഞത് ഞാനാണ്, പക്ഷെ ഇതൊന്നും ചെയ്യാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. കാശി, നീ എന്തോടെ വന്നിരിക്കുന്ന പോണ്ടേ? നീ ഇപ്പൊ എന്തിനെ കുറിച്ച് ആലോചിച്ചിരിക്കുക? നീ ഇങ്ങനെ പേടിക്കല്ലേ, അവൻ്റെ അപ്പയെ പറഞ്ഞ് മനസ്സിലായിക്കോളൂ. നീ വാ, സബാന്ത് അപ്പ വരെ വിളിച്ചിട്ടുള്ളൂ, നിങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിച്ചിട്ട്. എടാ എനിക്കെന്തോ എടാ അവൻ്റെ അപ്പ എന്തോ പറഞ്ഞ് എനിക്കത് മനസ്സിലായില്ല. ആലോചിച്ചിട്ട് എനിക്ക് എന്തൊന്നും മനസ്സിലാവണില്ല. എന്ത് പറഞ്ഞതാ നീ പറയുന്നേ? അവൻ്റെ അപ്പ എന്താ പറഞ്ഞേ? എടാ അത് എനിക്കറിയില്ലാത്ത എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന്. ഞാൻ വരുന്നില്ലടാ, നിങ്ങൾ പോയിക്കോ. നീ ഇല്ലാതെ അവിടെ ആരും പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, ധ്രുവയെ വിളിക്ക്, എന്നിട്ട് അവനോട് വരാൻ പറ. അപ്പൊ നിനക്ക് നേരിട്ട് ചോദിക്കാലോ എന്താ നല്ലത്. നീ വിളിക്ക്. ഹലോ ധ്രുവ, നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല. നീ എന്തിനാ വിളിച്ചേ? അത് എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇപ്പോയോ? സമയം കുറയില്ലേ കാശി? എടാ ഞങ്ങളിന്ന് ക്ലബിലോട്ട് പോകുന്നുണ്ട്, നീ അങ്ങോട്ടൊന്ന് വരുമോ പ്ലീസ്? എനിക്ക് നിന്നെ കാണാത്തൊരു സമാധാനമല്ല. ഏത് ക്ലബിലാ? നമ്മുടെ സ്ഥിരം ക്ലബ് തന്നെ, ഞങ്ങളവിടെ ഉണ്ടാവും. നീ വരുമോ? ഓക്കെ ഫൈൻ. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നീ ഓക്കെ അല്ലേ? നിൻ്റെ അപ്പം എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ പൊന്നു കാശി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓക്കെയാണ്. നീ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും അവിടെ വരുമ്പോൾ കാണാം. നീ വെച്ചോ. ഹലോ. എന്താടാ, എന്താ പറഞ്ഞ? ആ അവൻ വരാമെന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത് എത്രേ ഉള്ളൂ. നാട്ടൈന വാ. ചിമ്മിനെ ഡാ. എന്താടാ, എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? എന്താ? എനിക്കെന്തോ പേടിയാവുന്നു. ഇത് കാശി ഒന്നും തന്നാണ്ടല്ലോ, അവൻ്റെ ഒരു പേടി. എന്തിനാടോ നീ പേടിക്കുന്ന? ഞാനില്ല നിന്റെ ഒപ്പം. അവൻ്റെ ഒരു പേടി. നീ വന്നേ. കാശി, നീ എന്താടാ കുടിക്കാത്ത? നിനക്ക് വേണ്ടേ? വേണ്ട, എനിക്കൊരു മൂടില്ല കഴിക്കാൻ. നിങ്ങൾ കുടിച്ചോ. ആഹാ, നേരത്തെ ഹാജരാണല്ലോ. ഞങ്ങൾ ലേറ്റായോ? നിങ്ങൾ നേരത്തെ തുടങ്ങിയല്ലേ, അപ്പോൾ ഏതായാലും ചിയേഴ്സ്. കാശി, നീ എന്താ പറയണ്ടെന്ന് പറഞ്ഞ? അത് പിന്നെ വാവ്, ഞാനിപ്പോൾ വരാം. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? നല്ലൊരു അവസരമായിരുന്നു നശിപ്പിച്ച്. അവൻ്റെ ഒരു അവസരം. ഇത് ധ്രുവ, നീ വെറുതെ കളിക്കല. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് വേണം? നീ ഇപ്പം എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അത് പറ. നിനക്കറിയില്ല എന്തിനാന്ന്? നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ? എനിക്കൊരു സമാധാനമില്ല. എന്നിട്ട് പപ്പ എന്താ പറഞ്ഞെന്ന് ആലോചിച്ചിട്ട്. എന്നിട്ട് നീ ഇവിടെ കിടന്ന് എൻ്റെ അമ്മൂമ്മയുടെ ഡാൻസ്, കൊന്നെ കണ്ട പെണ്ണുങ്ങളെ കൂടെ. ഓക്കെ ഫൈൻ. എൻ്റെ അപ്പ എന്താ പറഞ്ഞതല്ലേ നിനക്കറിയണ്ടേ? അതിന് മുന്നേ എനിക്ക് പറയില്ല, നീ ഒന്ന് കേൾക്കുക. എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അത്. ആക്ച്വലി ഐ എം സോറി. കളിച്ചെടുക്കാത്ത കാര്യം പറയാം. എനിക്കതാണ് ശീലം. എനിക്കൊന്നും ഒരു പ്രേമമല്ല, ഒരു മണ്ണാങ്കട്ടയല്ല. അതെല്ലാം വെറും അഭിനയമായിരുന്നു. ആഹാ, വെരി ഫണ്ണി. കഴിഞ്ഞോ? ധ്രുവ, നീ കുറച്ച് ഓവറാണ്, നിർത്തിക്കോ നീ. ഇനി നിന്നോടൊന്നും മറിച്ചിട്ട് കാര്യമില്ല. നിൻ്റെ ഒരു അങ്കിൾ ഉണ്ടല്ലോ, എന്താ അങ്ങയുടെ പേര്? ദേവശങ്കർ. യാ, അയാളുടെ ഒരു പ്രോജക്റ്റ് നിൻ്റെ പേരിൽ. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. അല്ലാതെ നിന്നോട് എനിക്ക് ആത്മാർത്ഥ പ്രേമോ മണ്ണാങ്കാട്ടിയോ ഒന്നുമില്ല. എൻ്റെ അപ്പയും ഞാൻ നാട്ടിയ നാടകമായിരുന്നു അത്. പ്ലീസ് തമാശ നിർത്ത്. ഇതാണ് നിന്നെപ്പോലെ ഒരു പ്രശ്നം. എല്ലാം അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കും. അല്ല കാശി, നിനക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റി ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നെന്ന്? എന്നോട് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കില്ലേ, എൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല നിനക്കൊന്നും. ആ നിന്നെ ഞാൻ പ്രേമിക്കേ. വെരി ഫണ്ണി. ബട്ട് യാ,
ഐ എം എ ഗ്രേറ്റ് ആക്ടർ. പിന്നെ നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇതൊക്കെ തുറന്നു പറഞ്ഞതെന്ന്. ആക്ച്വലി ഇനി വൈകിയ നീയൊക്കെ എൻ്റെ തലയിലാവും. പിന്നെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിവരമൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ നാടകത്തിൻ്റെ ആവശ്യമില്ലല്ലോ. സോ ഇതിവിടെ അവസാനിച്ചു. പ്ലീസ് നിർത്ത്. എനിക്കറിയാം നീ ഇതെല്ലാം വെറുതെ പറഞ്ഞതെന്ന് എനിക്കറിയാം. പ്ലീസ് ഡോണ്ട് ഡു ദിസ് ടു മീ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിൻ്റെ കണ്ണിൽ ഞാനത് കണ്ടതാ. പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേണ്ട പ്ലീസ്. കാശി ഞാൻ പറഞ്ഞില്ല പ്ലീസ്. ഐ ഡോണ്ട് ലവ് യു. നോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അത് എനിക്കറിയാം. Then why you behaving like this? ധ്രുവ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എന്നോട് ഇങ്ങനെ പറയരുത്. നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ വിട്ട് പോവരുതെന്ന്. നീ എനിക്ക് പ്രോമിസ് ചെയ്തല്ലേ നീ എന്നെ വിട്ട് പോവില്ല. ഞാൻ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി ബട്ട് ഡോണ്ട് ലീവ് മീ. എനിക്ക് വേറെ ആരുമില്ല, നിങ്ങളല്ലേ ഉള്ളൂ. ആ നീയോ എന്നെ വിട്ട് പോയാൽ ഞാൻ തകർന്നു പോകണം. പ്ലീസ്. കാശി നിന്നിട്ട് കരച്ചു നിർത്ത്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. ഇത് വലിയ ശല്യമല്ലോ. നിനക്ക് കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ എന്നോടിങ്ങനെ യാചിക്കാതെ മൂവ് ഓൺ ചെയ്യാൻ നോക്ക്. പിന്നെ ഞാൻ വേറെ ആളെ സ്നേഹിക്കുന്നുണ്ട്, വേറെ ആരല്ല. തൻവി, എനിക്കറിയാം നിനക്കിതൊരു ഷോക്കായിരിക്കുന്നു. എനിക്കെൻ്റെ ഫാമിലിയുടെ സ്റ്റാറ്റസ് നോക്കിയാൽ പറ്റും. നിന്നെപ്പോലെയുള്ളൊരു അനാഥനെ ഞാനങ്ങനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. സോ പ്ലീസ് നീ ഇത് മറന്നേക്ക്. ഞങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് ഇനി നീ വരരുത്. ഞാൻ നിനക്കിപ്പോൾ ശല്യമായി, നിങ്ങൾക്കിടയിൽ തടസ്സമായി. ഓക്കെ ഫൈൻ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ധ്രുവ. പക്ഷെ നീ എന്നോട് കാണിച്ച സ്നേഹിക്കാൻ വെറുതെ ആയിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എൻ്റെ തെറ്റ്. നീ പറഞ്ഞ ശരിയാ, ഞാനൊരു അനാഥനാ. നിൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാ. ഐ എം സോറി. ഒരിക്കലും ഞാൻ പറ്റില്ല നിങ്ങളുടെ തടസ്സമായിട്ട്. പേടിക്കണ്ട. എനിക്ക് തന്നോട് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു ധ്രുവ, എനിക്ക് ഞാൻ ഇത്ര നിന്നെ സ്നേഹിക്കില്ലായിരുന്നല്ലോ. സോറി ഫോർ ദാറ്റ്. ഗുഡ് ബൈ. കാശി ഡാ നോക്ക്, ചിമ്മിന അവനെ ചതിക്കായിരുന്നടാ. അവനെന്നെ സ്നേഹിച്ചിട്ടില്ല. കാശി നോക്ക്, അവൻ എന്നെ അറിയിക്കുന്നില്ലടാ. അതോ നീ ഇങ്ങനെ കരയില്ലേ പ്ലീസ്. ഞാൻ എന്ത് തെറ്റിയതല്ല ചിമ്മിന. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോണത്, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് എന്താ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്. ആദ്യം മമ്മ, ഇപ്പൊ ധ്രുവ. ഇനി നീ എന്നെ വിട്ടു പോകും. നീ എന്നെ വിട്ടു പോവല്ലേ ചിമ്മിന. എനിക്ക് പേടിയാ. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ മരിച്ചു പോണപ്പോഴെ തോന്നുന്നടാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാശി നോക്ക്, നീ എന്തൊക്കെ പറയുന്നേ? ഞാൻ നിന്നെ വിട്ട് അങ്ങോട്ട് പോവാനാടാ. എന്റെ മരണം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇവരെ വഴി നമുക്ക് വേണ്ടടാ. ഇവരൊന്നും ശരിയല്ല. ധ്രുവ നിന്നെ അറിയിക്കുന്നില്ല കാശി. നീ അവന് വേണ്ടി നിന്റെ കണ്ണിൽ വെറുതെ കളയരുത്. നീ ഇങ്ങനെ ഇരിക്കില്ല പ്ലീസ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വാടാ നമുക്ക് പോവാം. ധ്രുവ എന്തിനായിരുന്നു ഇതൊക്കെ? യോഗി നോക്ക്, എനിക്ക് വേണോടൊന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല. എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാടോ. തനിക്ക് ഇതിനെക്കുറിച്ച് അറിയായിരുന്നോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. തനിക്ക് ഇതിനെക്കുറിച്ച് അറിയായിരുന്നോ ഇല്ലയോ? അവരൊന്നും അറിയില്ല. ഐ എം നോട്ട് ആസ്കിങ് യു ഫക്കിംഗ് ബാസ്റ്റാർഡ്. തനിക്ക് അറിയായിരുന്നോ ഇല്ലയോ? അറിയായിരുന്നു. ഓ, അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ. നൈസ് ആക്ടിങ്. താങ്ക് യു സോ മച്ച്. ഇത്ര നാൾ ചെയ്ത ഉപകാരത്തിനൊക്കെ ഒരുപാട് നന്ദി. ഇതോടെ എല്ലാം അവസാനിച്ചു. ഇനി നീയും ഞാൻ തമ്മിൽ ഒന്നുമില്ല. പിന്നെ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞേക്ക്, ഞാൻ അവൻ്റെ നീയൽ പോലും എൻ്റെ കാശിയുടെ മേൽ പതുക്കരുതെന്ന്. കൊന്നു കളയും ഞാൻ.